വളരെയേറെ സന്തോഷം. ഹോളി ഹോം മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ പഠന പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കാരണം ഇതിലെ സജീവ പ്രവർത്തകരായ പലരെയും വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അവർ കണ്ണൂർ ബിഷപ്സ് ഹൗസിൽ തന്നെ എത്രയോ പ്രാവശ്യം വരികയും ഈ രൂപതയുടെ പല പ്രവർത്തനങ്ങളിലും വളരെ സന്തോഷത്തോടെ സഹകരിച്ചിട്ടുമുണ്ട്. അപ്പൊ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെയാണ് അവര് വിളിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇതിലൊക്കെ ഞാനും സഹകരിക്കുന്നതും പങ്കുകൊള്ളുന്നതും. തീർച്ചയായിട്ടും ഈ അൽമായ സഹോദരങ്ങളുടെ വളരെ ഒരു താല്പര്യവും കൂടുതൽ ഉത്സാഹവും ഇങ്ങനെ വചനം പഠിക്കുന്നതിനും അതുപോലെ തന്നെ സഭാപ്രബോധനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിനും അങ്ങനെ അവരുടെ വിശ്വാസം ആഴപ്പെടുക എല്ലാ നല്ല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഹോളി ഹോം മിനിസ്ട്രീസ് ഏറ്റെടുക്കുന്ന ഈ നല്ല പ്രവർത്തനങ്ങളെ ഞാൻ അങ്ങേറ്റം ശ്ലാഘിക്കുന്നു, അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ആ ത്യാഗം 100 മടങ്ങ് അതിന് ഫലമുണ്ടാകട്ടെ. വലിയ ദൈവത്തിന്റെ കൃപ നിങ്ങളിൽ ഓരോരുത്തരിലും നിങ്ങളുടെ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടു കൂടെ ആശംസിക്കുന്നു. ശരിയാണ്, ഞാൻ ഇന്ന് എറണാകുളത്താണ്. കാരണം നാളെയാണ് വരാപ്പുഴ അതിരൂപതയുടെ സഹായം മെത്രാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആന്റണി വാലുങ്കൽ പിതാവിന്റെ മെത്രാഭിഷേകം. കാരണം അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട്. എന്നാൽ ഞാൻ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇരുന്ന് കൊറോണ തന്ന ഈ വലിയ സഹനങ്ങളുണ്ടെങ്കിലും എല്ലാ സഹനങ്ങൾക്കും അപ്പുറത്ത് വലിയ ആശ്വാസവും അനുഗ്രഹവും ഉണ്ടല്ലോ. അങ്ങനെ നമുക്ക് പരസ്പരം സംവേദിക്കാനായിട്ട് കേൾക്കാനൊക്കെ ഓരോ സ്ഥലത്ത് ഇരുന്നിട്ട് വേണമെങ്കിലും ശ്രദ്ധിക്കാൻ നമുക്കുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു. മനോഹരമായിട്ടുള്ള ആ ഒരു വിവരണം സക്കേവുസിന്റെ ഭവനത്തിൽ എന്നുള്ള ടൈറ്റിലാണ് നമ്മുടെ POC ബൈബിള് കൊടുത്തിരിക്കുന്നത്. സക്കേവുസ് എന്ന് പറഞ്ഞ ആ പൊക്കം കുറഞ്ഞ മനുഷ്യന്റെ ആകെയുള്ള ആഗ്രഹം ഇതായിരുന്നു, കർത്താവിനെ ഒരു നോക്കൊന്ന് കാണുക. അങ്ങനെ ആ ജനക്കൂട്ടം ഇങ്ങനെ ചുറ്റും കൂടെ ഉണ്ടായതുകൊണ്ട് ആ ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ നിന്ന് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ മനുഷ്യൻ കാര്യശരി പ്രായമുള്ള അല്പം സമൂഹത്തില് ഒത്തിരി എല്ലാവരും അറിയാവുന്ന ഒരാളാണെങ്കിലും ഈശോയെ കാണാൻ വേണ്ടി ഒരു ത്യാഗമെടുത്ത് ഈ മരത്തിൽ കയറിയിരിക്കുന്നത്. ആ സിക്കമോർ മരത്തിൽ കയറിയിരുന്ന് ഒന്ന് കാണുക, അതായിരുന്നു സക്കേവുസിന്റെ ആഗ്രഹം, ഹൃദയാഭിലാഷം. അങ്ങനെ സക്കേവുസ് മരത്തിൽ കയറിയിരിക്കുന്നത് ആ മനുഷ്യന്റെ മനോമുകുരത്തിലെ അഭിലാഷം കർത്താവ് മനസ്സിലാക്കുകയും സക്കേവുസ് വേഗമിറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച മനുഷ്യന് വലിയ അനുഗ്രഹം കൊടുത്ത് ആ കുടുംബത്തിൽ ചെന്ന് ആ കുടുംബത്തിന്റെ അതിഥിയായി കർത്താവ് കടന്നു ചെല്ലുന്നു. ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ സക്കേവുസിനും ആ കുടുംബത്തിന് തന്നെയും വലിയ ഐശ്വര്യത്തിന്റെ അനുഗ്രഹത്തിന്റെ അനുഭവമായി മാറും. അപ്പോൾ സക്കേവുസ് എഴുന്നേറ്റ് പറഞ്ഞു, ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി ഞാൻ തിരികെ കൊടുക്കും. കർത്താവ് അവരോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ്. എന്താണ് ഈ രക്ഷ എന്നുള്ള വാക്കിന്റെ അർത്ഥം? കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഐശ്വര്യം, സന്തോഷം, സമാധാനം, ഇതെല്ലാമാണ് ആ വാക്ക് നമ്മളോട് ഓർപ്പിക്കുന്നത്. രക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിമിത്തേരിയിലൊക്കെ എഴുതിയിട്ടുണ്ട് RIP. എന്താണത്? അതിന്റെ ഫുൾ ഫോം റെക്വേഷ് കാത്തിൻ പാച്ചെ ലത്തീനില് റെസ്റ്റ് ഇൻ പീസ് എന്ന് ഇംഗ്ലീഷില്, അതാണ് ഇംഗ്ലീഷില് സമാധാനത്തിൽ ആശംസിക്കുക. പക്ഷെ ഈ RIPക്ക് വേറൊരു നിർവചനം കൂടി പറയാറുണ്ട്, രക്ഷപ്പെട്ട ഇന്ത്യൻ പൗരൻ. അതായത് ഈ രക്ഷ എന്നുണ്ടെങ്കിൽ RIP രക്ഷപ്പെട്ട ഇന്ത്യൻ പൗരൻ എന്നുള്ളേക്കാൾ രക്ഷ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മുടെ അനുദിന ജീവിതത്തില്, കുടുംബത്തില്, വ്യക്തിഗത ജീവിതത്തിലൊക്കെ അനുഭവിക്കുന്ന ആശ്വാസം, അനുഗ്രഹം, ഐശ്വര്യം, ഇതൊക്കെയാണ് യഥാർത്ഥത്തില് ഈ രക്ഷ എന്ന വാക്കിന്റെ അർത്ഥം. ഇന്ന്
ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ, അങ്ങനെ സക്കേവുസിന്റെ ഭവനത്തിലേക്ക് രക്ഷ വരികയാണ്. നിങ്ങൾ പലരും ഇപ്രകാരം ഒരു പഠന സബരിയ എല്ലാ ആഴ്ചയിലും ഓരോ വിഷയം, എനിക്ക് ആ വിഷയത്തിന്റെ ലിസ്റ്റൊക്കെ നിങ്ങൾക്കും അയച്ചു തന്നിട്ടുണ്ട്, എനിക്കും ലഭിച്ചിരുന്നു. അങ്ങനെ വ്യക്തമായ ഒരു ദിശാബോധത്തോടു കൂടെ പഠന പദ്ധതി നിങ്ങൾ സമാരംഭിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഇതാണ്, കർത്താവിനെ കൂടി അല്പം ഒന്ന് കാണാൻ, ഒന്നറിയാൻ, ഒന്നല്പം കൂടി തിരിച്ചറിയാൻ. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് നിങ്ങളുടെ ഈ ആഗ്രഹത്തിൻ്റെയും ഹൃദയാഭിലാഷത്തിൻ്റെയും എല്ലാം കാണുന്ന കർത്താവ് നിങ്ങളെ വളരെയധികം സമ്പന്നതയോടുകൂടി അനുഗ്രഹിക്കും എന്നുള്ളത് ഒരു പ്രത്യാശ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ ഈ ഒരു കോഴ്സിന്റെ ഈ ആരംഭത്തിൽ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം, ഞങ്ങള് അല്പം കർത്താവിനെ അറിയാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും വലിയ കൃപയും അനുഗ്രഹവും കരുത്തും നമുക്ക് സമ്മാനിക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സ്വർഗീയ സാന്ത്വനം ഹൃദയത്തില് നിങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ. കർത്താവിന്റെ കൃപ നൽകുന്ന ആ വലിയ കരുത്ത് നിങ്ങൾക്ക് സ്വന്തമാകട്ടെ എന്നുള്ളതൊക്കെയാണ് എൻ്റെ സ്നേഹത്തോടു കൂടെയുള്ള ആശംസ. നിങ്ങളെല്ലാ കുടുംബ ജീവിതത്തിൻ്റെയും മറ്റു തൊഴിലിൻ്റെയും ഒക്കെ തിരക്കിനിടക്കാണ് ഇപ്രകാരം ഒരു പഠനം ആരംഭിക്കുന്ന എനിക്കറിയാം. പലപ്പോഴും നിങ്ങൾക്ക് പല വിധത്തിലുള്ള അസൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് കുടുംബത്തിലെ പല ഉത്തരവാദിത്തങ്ങളും അല്പം നീക്കിവെച്ചിട്ടൊക്കെയാണ് ഈ ക്ലാസ്സിലൊക്കെ വെക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഹൃദയാഭിലാഷം ഇതാണ്, എനിക്കൊന്ന് ഈശോയെ കുറച്ചു കൂടുതൽ അറിയണം, ഈശോയുടെ വിശ്വാസത്തിൽ വളരണം. അപ്പൊ നമ്മളുടെ ആഗ്രഹം കാണുന്ന കർത്താവ്, ഇതിനുവേണ്ടി ത്യാഗമെടുക്കുന്നത് അറിയുന്ന നല്ല നാഥൻ നിങ്ങളെ ഇതിനു വേണ്ടി നേർത്തുകൊടുക്കുന്നവരെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇതിനുവേണ്ടി സഹകരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹങ്ങളാൽ കൃപകളാൽ നിറയ്ക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ സ്നേഹത്തോടു കൂടിയുള്ള ആശംസ. നമ്മളുടെ വിശ്വാസം പഠിക്കണം, നമ്മുടെ വിശ്വാസത്തിൽ ആഴപ്പെടണം, അതിനുവേണ്ടി ത്യാഗമെടുക്കണം, നമ്മൾ സമയം കണ്ടെത്തണം. കാരണം ഇത് നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്നത് വെറുതെ ഒരു പരസ്യവാചകം മാത്രമല്ല, യാഥാർത്ഥ്യമാണ്. നമ്മുടെ വിശ്വാസം നമ്മൾ മനസ്സിലാക്കുകയും അതിൽ ആഴപ്പെടുകയും ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയും പ്രശ്നവും പ്രക്ഷുബ്ധമായ അവസ്ഥയും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനാകും. നമ്മുടെ ജീവിതം ഒരു ബസ്സിലെ യാത്ര പോലെ എന്ന് പറയാറുണ്ട്. സൗകര്യപ്രദമായിട്ടുള്ള ഒരു സീറ്റ് നമുക്ക് ഇരിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ പൊക്കം കുറഞ്ഞ, എനിക്കധികം പൊക്കമൊന്നും ഇല്ലാത്ത ഒരാളാണ്, ഈ ആ സീറ്റിന്റെ പിടിയിൽ പിടിക്കും. അല്ലെങ്കിൽ സാധാരണ നമ്മൾ പിടിക്കണം ആ മുകളിലത്തെ ആ കമ്പിയിലാണ്, ബസ്സിന്റെ മുകളിലുള്ള കമ്പിയിൽ. അങ്ങനെ മുകളിലുള്ള ആ പിടുത്തം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അഥവാ ഒരു സഡൻ ബ്രേക്കോ കുണ്ടും കുഴിയും ഹമ്പും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങനെ മുന്നോട്ട് ആയും, പക്ഷെ നമ്മൾ ഒരിക്കലും വീഴില്ല. നമ്മുടെ ജീവിതത്തിൽ ഈ മുകളിലുള്ള പിടുത്തം, ആ വിശ്വാസത്തിലുള്ള സ്ഥിരമായ നിലപാടുകൾ, കർത്താവ് നൽകിയിട്ടുള്ള ആ വിശ്വാസത്തിൽ ആഴപ്പെടല് പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാൾ ദിനത്തില് പത്രോസ് ആഴിയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നു വീഴുമ്പോൾ കർത്താവെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആ മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്നു. മുന്നറിയിപ്പ് നൽകിയിട്ടും 3 വട്ടം കർത്താവിനെ ഉപേക്ഷിച്ച ആ മനുഷ്യനെ കർത്താവ് നൽകുന്നത് ഒരു കരുണാകടാക്ഷമാണ്. ആ കടാക്ഷം ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ വലിയ സാന്ത്വനത്തിന്റെയും അനുരചനത്തിന്റെയും ഒക്കെ വലിയ അനുഭവമായിരുന്നു. പിന്നീട് ആ മനുഷ്യൻ കർത്താവിനെ ഉപേക്ഷിച്ചില്ല, കർത്താവിന് വിശ്വസ്തനായി മാറി. ആ തിരുനാൾ ദിനത്തിൽ നമ്മൾ ഈ ഒരു പുതിയ പഠന സബരിയ തുടങ്ങുമ്പോൾ കർത്താവിനെ കൂടുതൽ അറിയാൻ, കർത്താവിനെ വെറുത്തിരുന്ന മറ്റൊരു അപ്പോസ്തലന്റെ തിരുനാളാണ് പൗലോസിന്റെ. അങ്ങനെ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാൾ ദിനത്തിൽ ഈ പഠനം വഴി നമുക്ക് പറയാൻ പറ്റണം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത് പോലെ, ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു ആണെന്ന് പറയാൻ സാധിക്കണം. അങ്ങനെ നമ്മിൽ ജീവിക്കുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമായി, സാന്ത്വനമായി, കൃപയായി കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് 10 മിനിറ്റാണ് തന്നിരിക്കുന്നത്. ആ 10 മിനിറ്റ് തീരാനായിട്ട് എനിക്ക് അരമിനിറ്റേ ഉള്ളൂ എൻ്റെ വാച്ചനുസരിച്ച്. അപ്പൊ ഈ പഠനത്തിൽ എന്ത് അസൗകര്യം ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, ചിലപ്പോൾ നിങ്ങൾ യാത്രയിലാണെങ്കിൽ എനിക്കറിയാം, അപ്പൊ ഒരു ഈ ഹെഡ്ഫോൺ എന്തെങ്കിലുമൊക്കെ വെച്ചും, ചിലപ്പോൾ ട്രെയിൻ യാത്രയിലാണെങ്കിൽ അങ്ങനെയൊക്കെയോ ആണെങ്കിലും
ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുക, പരിശ്രമിക്കുക. കുറെ അസൗകര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ടാണെങ്കിലും പങ്കെടുത്ത് നമ്മളുടെ ആഗ്രഹം കാണുന്ന ദൈവം, നമ്മുടെ സമർപ്പണം തിരിച്ചറിയുന്ന കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആ രക്ഷയുടെ അനുഭവം, വലിയ ഐശ്വര്യത്തിന്റെ അനുഭവം ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിനുവേണ്ടി നേതൃത്വം കൊടുക്കുന്ന, ത്യാഗമെടുത്തിൽ ഇതിനുവേണ്ടി എല്ലാം സജ്ജീകരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിന്റെ കൃപകളാൽ നിറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിജയങ്ങളും നേരുന്നു. എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഈ ഒരു പഠന സബരിയ ഹോളി ഹോം മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പ്രബോധന പരമ്പര ഏറ്റവും വിജയപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ, പ്രാർത്ഥനയോടെ ഇത് ഉദ്ഘാടന ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹോളി ഹോം മിനിസ്ട്രിയുടെ രക്ഷാധികാരി കൂടിയായ അലക്സ് വടക്കന്തല പിതാവിന് നന്ദി പറയുന്നതിന് വേണ്ടി ജെനി ജോർജിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിതാവെ, ഏറ്റവും സ്നേഹത്തോടെ ഹോളി ഹോം മിനിസ്ട്രിയിലെ ഓരോ വ്യക്തികളുടെയും, അതിപ്പോ കോഴ്സിലായിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഏറ്റവും സ്നേഹത്തോടെ ദൈവനാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവ് വിളിക്കുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ഫോൺ എടുക്കുകയും അതിന് വേണ്ട ഉത്തരങ്ങൾ നൽകുകയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു യാത്ര കഴിഞ്ഞിട്ടാണ് പിതാവ് എത്തിയിരിക്കുന്നത്. കുറച്ച് ദിവസം വീട്ടിലിരിക്കാൻ, അമ്മച്ചിയുടെ ഒക്കെ ഒപ്പം, സഹോദരങ്ങളൊക്കെ ഒപ്പം ആയിരിക്കാൻ കിട്ടിയ ഈ അവസരത്തിലും ആ തിരക്കിനിടയിലും ഇതിന് വന്നതിന് ഒത്തിരിയേറെ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. അനുഗ്രഹിക്കട്ടെ. പിതാവ് ഒരു ആശീർവാദം തരുമോ? തീർച്ചയായിട്ടും. ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയ മക്കളെ ഇവരുടെ എല്ലാ പ്രയത്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അധ്വാനിക്കുമ്പോൾ അങ്ങയുടെ അനുഗ്രഹം ഉള്ളതാണ്. അധ്വാനങ്ങളെല്ലാം ഫലദായകമായി മാറുക. ഞങ്ങളുടെ ജീവിതം അങ്ങിൽ വേരൂന്നി വളരുവാൻ, ഞങ്ങളുടെ ജീവിതം പൂത്തുലയാൻ, ഫലദായകമാക്കാൻ അങ്ങയുടെ കൃപയും വലിയ അനുഗ്രഹവും ഞങ്ങൾക്ക് തരണമേ. അമ്മേ, മാതാവേ, വിശ്വസ്യ പിതാവേ, നസ്രത്തിലെ ആ കൊച്ചു കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ വ്യക്തികളുടെ ജീവിതവും എന്നും ആനന്ദത്താൽ, സന്തോഷത്താലായിരിക്കുവാൻ ഇടയാക്കണമേ. ഈ മക്കളെ എല്ലാവരെയും അങ്ങ് ആശീർവദിക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.